السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ഇതാ നമ്മോട് വിട പറയാൻ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയങ്ങളൊക്കെ വളരെ പുണ്യമേറിയതാണ്. അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് വസിയത്തോടു കൂടി ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ്. ലൈലത്തുൽ ഖദർ എന്ന ഈ രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് കനിഞ്ഞു നൽകിയതാണ്. ആയുസ് കുറഞ്ഞ നമ്മൾ എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ജീവിച്ച് ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളെക്കാളും മുമ്പന്തിയിലെത്തി സ്വർഗാവകാശികളാകണമെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ രാവാണ് ലൈലത്തുൽ ഖദർ. അതിൻ്റെ മൂല്യം എത്രയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ ലൈലത്തുൽ ഖദറിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത്, വേറൊരു വിഷയം അതിൽ പ്രതിപാദിക്കുന്നില്ല. സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഖദർ എന്നാണ്. അല്ലാഹു തആല ആ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ നാം ഖുർആൻ ഇറക്കി. തീർച്ചയായും ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഴുവനും ഇറക്കി. അത് ലൈലത്തുൽ ഖദറിലായിരുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് തങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് ലൈലത്തുൽ ഖദറിനെ വിവരിച്ചു കൊടുക്കുകയാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ ഖൈറായ രാവാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി അത് 1000 മാസത്തേക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞാൽ, 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലം 4 മാസമുണ്ട്. 83 കൊല്ലവും 4 മാസം. ഇത്രയും കാലത്തേക്കാളും ഖൈറാണ് എന്ന് പറഞ്ഞാൽ, ആ രാവിൽ ചെയ്യുന്ന അമലുകൾ ഇത്രയും കൊല്ലക്കണക്കിന് 83 കൊല്ലം അമൽ ചെയ്യുന്നതിനേക്കാളും പുണ്യമാണ്, കൂലി ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. 83 കൊല്ലമൊക്കെ നമ്മൾ ജീവിക്കോ? ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ അയമാറു ഉമ്മത്തി മാബൈന സിത്തീന വ സബഈൻ, എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾ 60-ൻ്റെയും 70-ൻ്റെയും ഇടക്ക് മരണപ്പെടും. പിന്നെ അതിൻ്റെ മുമ്പ് മരണപ്പെടുന്നവരും അതിൻ്റെ ശേഷം മരണപ്പെടുന്നവരൊക്കെ അപൂർവമായിട്ടുണ്ടാകും. എന്നാൽ അധിക ആളുകളും 60-70-ൻ്റെ ഇടയിൽ ഉള്ള ആയുസ്സുകാരാണ്. അപ്പോൾ 83 എത്തൂല.
ഒരൊറ്റ രാത്രി കൊണ്ട് 83 കൊല്ലത്തെ അമൽ, അതിനേക്കാളും ഖൈറായ അമൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹം തന്നെയല്ല. അത് ഉപയോഗപ്പെടുത്താത്തവരെ പറ്റി നമ്മൾ എന്താ പറയുക? പരാജിതരിൽ പരാജിതർ എന്ന് തന്നെ പറയണം. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒടുവിലെ 10ലേക്ക് പ്രവേശിച്ച അന്ന് മുതൽ നാം ഈ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ച് നമ്മൾ ഓരോ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 21-ാം രാവിലായിരിക്കുമെന്ന് കരുതി അന്ന് കുറേ ചെയ്തു. 23-നാണെന്ന് കരുതി അന്ന് കുറേ അമൽ ചെയ്തു. 25-നാണെന്ന് കരുതി അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഒടുവിലെ 10 പ്രവേശിച്ചത് മുതൽ നാം വിവാദത്തിന് മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാ. മഹാന്മാരായ ആളുകളെ വിവാദത്തുകൊള്ള നോക്കിയാൽ നമ്മളതൊന്നുമല്ല, മടിയന്മാരാണ് നമ്മൾ. എന്നാലും അത് കിട്ടണമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചെയ്യുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇങ്ങനെ നമ്മൾ ഇതുവരെ എത്തി. ഇന്നത്തെ രാത്രി 27-ാം രാവ് പ്രവാസ ലോകത്ത് 27-ാം രാവാണ്. 27-ാം രാവിന് പ്രത്യേകതയുണ്ട്. ഒരുപാട് ആളുകൾ, ലോക മുസ്ലിമീങ്ങൾ വളരെ പ്രതീക്ഷയോടെ ലൈലത്തുൽ ഖദ്ർ ആകുമെന്ന് കാത്തിരിക്കുന്ന ഒരു രാവാണത്. 27-ാം രാവ് എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. മറ്റൊന്നും ആയിട്ടില്ല, ഇനി വന്നോ പോയോ ഒന്നും നമുക്കറിയില്ല, അത് സംഭവിച്ചോ ഇല്ലേ എന്നും നമുക്കറിയില്ല. ഏതായാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു രാത്രിയാണ് 27-ാം രാവ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി വളരെ കൂടുതൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം, കൂടുതൽ അമലുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, തസ്ബീഹ് നിസ്കാരം പോലുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണം. അതുപോലെ ദിക്റുകൾ, സലാത്തുകൾ, ഇങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഓരോരുത്തരുടെ ജോലിക്ക് അനുസരിച്ച് ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ, പ്രവാസികൾ, റമദാൻ കാലത്ത്, നോമ്പ് കാലത്തൊക്കെ അവർക്ക് വളരെ കൂടുതൽ ജോലി തിരക്കായിരിക്കും. എന്നാലും അതിൻ്റെ ഇടക്ക് നാളെ ആഖിറത്തിലേക്കുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ കഴിയുന്നത് കിട്ടുന്ന സമയത്ത് വണ്ടിയിൽ മുതലാളിയെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ദിക്റോ സലാത്തോ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസോ സൂറത്തുൽ കാഫിറൂനയോ ഇങ്ങനെയൊക്കെയുള്ള പലതും നമുക്ക് ഓതാനും പറയാനും കഴിയും. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അള്ളാഹുവിനോട് പാപമോചനം തേടുക. എത്ര പാപമോചനം തേടിയാലും തീരാത്ത, പൊറുക്കപ്പെടാത്ത രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങളാണ് നമ്മളൊക്കെ ചെയ്തു കൂട്ടി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പൊറുപ്പിക്കാൻ എളുപ്പമുള്ള മാർഗങ്ങളും സമയങ്ങളുമാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ രാവ് പ്രത്യേകം ധന്യമാക്കണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ രാത്രികളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവിലപ്പത്തോടു കൂടി തന്നെ, അതിന് മുമ്പേനെ പള്ളികളൊക്കെ കാര്യമായി തുടങ്ങി, തറാവീഹ് നിസ്കാരത്തിന് ആളുകൾ കുറഞ്ഞു തുടങ്ങി, എല്ലാവരും വിട പറഞ്ഞു തുടങ്ങി. റമദാൻ വിട പറയുന്നതിന് മുമ്പ് ജനങ്ങൾ തന്നെ വിട പറയാൻ തുടങ്ങിയ ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതിനെ വളരെ വയ്യാപ്പിയായി പല റഹ്മത്തുകളുടെയും ഖൈറാത്തുകളുടെയും കൂമ്പാരവുമായിട്ടാണ് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നത്. അത് പോകുന്നവരെ അതിന് നല്ല നിലയ്ക്ക് യാത്രയാക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അത് നമ്മളിൽ കൂടുതൽ കാലം നിൽക്കില്ല. ആ വിശിഷ്ട അതിഥി കൂടുതൽ കാലം നമ്മളിൽ ഉണ്ടാവില്ല. അവർ വന്ന് തിരക്ക് കൂട്ടി പെട്ടെന്ന് പോകും. അതിന് മുമ്പായിട്ട് ആവുന്ന ഖൈറാത്തുകളൊക്കെ
ചെയ്യാൻ വേണ്ടി നാളെ ആഖിറത്തിലേക്ക് മുതൽ കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകളും റൂഹും ഒക്കെ ഇറങ്ങി വരും. ഒരു പറ്റം മലക്കുകൾ തന്നെ സ്പെഷ്യലായിട്ട് ലൈലത്തുൽ ഖദർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം മലക്കുകൾ ഇറങ്ങി വരും. റബ്ബിൻ്റെ സമ്മതത്തോടുകൂടിയാണ് വരണത്. ഇതിന് റബ്ബിയും മിൻകുല്ലി അംരിൻ, അവരോട് എന്തൊക്കെ കൽപ്പിച്ച ആ കൽപ്പന ഒക്കെ അനുസരിച്ചുള്ള റബ്ബിൻ്റെ സമ്മതത്തോടു കൂടി അവർ വരികയാണ്. അവർ വന്നിട്ട് ഭൂമിയിൽ വിസിറ്റ് ചെയ്യാണ്. ഈ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് വിസിറ്റ് ചെയ്യുക? ഷോപ്പിങ്ങിന് പോയ ആൾക്കാരെ വിസിറ്റ് ചെയ്യാൻ പോവില്ല. അതുപോലെ തന്നെ വിനോദത്തിലേർപ്പെട്ടവരിലേക്ക് പോവില്ല. ദിക്റ് ചെല്ലുന്നവർ, നിസ്കരിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർ, അങ്ങനെയുള്ള ആളുകളെയാണ് അവർ സന്ദർശിക്കുക, അവരെ സല്ലമാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ അടുക്കൽ ഉണ്ടായാൽ റഹ്മത്തിൻ്റെ മലക്കുകളാണ്. അവർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും. അവരെ സന്ദർശനത്തിന് വിധേയമാകുന്ന രൂപത്തിലുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ മാറണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ റമദാൻ മാസം ഇതാ വിട പറയാൻ പോകുന്നു. റബ്ബേ, ആ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധുക്കളെയും മറ്റ് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ റമദാനിൽ ചെയ്ത എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്, തറാവീഹ് സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, നീ സ്വീകരിച്ചില്ലെങ്കിൽ വേറെ ആർക്കും ഞങ്ങൾക്ക് കൂലി തരാനില്ല റബ്ബേ. നീ തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനൊക്കെ പ്രതിഫലം തരാനുള്ളത്. റബ്ബേ, നീ സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതാക്കണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധപ്പെട്ടവരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് പലരും മണ്ണോട് ചേർന്ന് പോയി റബ്ബേ. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റബ്ബേ, അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ബർസഖിയായി നമ്മെ ഏറെ സന്തോഷകരമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. ഇനിയും പരിശുദ്ധ റമദാനും ലൈലത്തുൽ ഖദറും എല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണം എപ്പോഴാണ് ഖൈറാകുന്നത് ആ സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ എല്ലാ ഉദ്ദേശവും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ വന്നു ജോലി അന്വേഷിക്കുന്നവരുണ്ട് റബ്ബേ. അവർക്ക് അനുയോജ്യമായ ജോലി നീ നൽകണേ അല്ലാഹ്. നീ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ടവരെയും നമ്മെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. നിനക്ക് മാഫ് ചെയ്യുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമാണല്ലോ റബ്ബേ. ഞങ്ങൾക്ക് നീ മാഫാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാഫാക്കണേ അല്ലാഹ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഒരു ജീവിതത്തിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.